ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബോണസ് ക്വസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ ഇതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും സിമ്പിളായ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. എപ്പോഴാണ്? 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെ? ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. അതായത് ബഷീറിൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ്. ബഷീർ ജനിച്ചത് 1908 ജനുവരി 21. എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ. മൂന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? വായനാ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം നമ്പർ 4, ബാല്യകാലസഖി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ബാല്യകാലസഖി എന്നത് ബഷീറിൻ്റെ നോവലാണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ? ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന പ്രശസ്തമായ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മജീദും സുഹറയും. ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. മജീദും സുഹറയും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണെന്ന് ഈ ചോദ്യം തിരിച്ചു ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം ബാല്യകാലസഖി എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഏതാണ് കഥാപാത്രങ്ങളുടെ പേര്? മജീദും സുഹറയും. ചോദ്യം നമ്പർ 5, ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ബഷീർ ധാരാളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. അതായത് ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. വർഷം മറക്കരുത്, 1943. അദ്ദേഹം 1942 ജയിലിൽ ഇരിക്കുമ്പോഴാണ് ജയിലിനകത്തിരിക്കുമ്പോഴാണ് ഈ ഒരു നോവൽ എഴുതിയത്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1943. നോവലിൻ്റെ പേര് പ്രേമലേഖനം. വർഷം മറക്കരുത്, 1943. ചോദ്യം നമ്പർ 6, ജയിൽ പശ്ചാത്തലമാക്കി ബഷീർ എഴുതിയ പ്രശസ്തമായ പ്രണയകഥ ഏതാണ്? ഉത്തരം മതിലുകൾ. അതായത് ജയിൽ പശ്ചാത്തലമാക്കി ബഷീർ എഴുതിയ പ്രണയകഥയുടെ പേരാണ് മതിലുകൾ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മതിലുകൾ. ഏഴാമത്തെ ചോദ്യം, മതിലുകൾ എന്ന നോവലിലെ നായികയുടെ പേരെന്താണ്? മതിലുകൾ എന്ന നോവലിലെ നായികയുടെ പേര്? ഉത്തരം നാരായണി. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്നാൽ ഈ ഒരു നായിക കഥാപാത്രം ഈ നോവലിൽ എന്ത് ചെയ്യുന്നില്ല? പ്രത്യക്ഷപ്പെടുന്നില്ല. അവരുടെ ശബ്ദം മാത്രമാണ് ഈ ഒരു നോവലിനകത്തുള്ളത്. അതുകൊണ്ട് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. നാരായണി എന്നാണ് മതിലുകൾ എന്ന പ്രശസ്തമായ ബഷീറിൻ്റെ നോവലിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര്. എട്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ വീട്ടുപറമ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അതിനടിയിൽ ഇരുന്ന് എഴുതുകയും അതിഥികളെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന പ്രശസ്തമായ മരം ഏതാണ്? മരത്തിൻ്റെ പേരറിയുന്നവർ കമൻറ്റിൽ പറയുക. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാംഗോസ്റ്റിൻ മരം. എന്താണ് മരത്തിൻ്റെ പേര്? മാംഗോസ്റ്റിൻ മരമാണ്. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാംഗോസ്റ്റിൻ മരം. ഒൻപതാമത്തെ ചോദ്യം, മാനസികാരോഗ്യ ആശുപത്രിയിലെ അനുഭവങ്ങളെ മുൻനിർത്തി ബഷീർ എഴുതിയ പ്രശസ്തമായ നോവൽ ഏതാണ്? ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഉത്തരം ശബ്ദങ്ങളാണ്. അതായത് മാനസികാരോഗ്യ ആശുപത്രിയിലെ അനുഭവങ്ങളെ മുൻനിർത്തി ബഷീർ എഴുതിയ നോവലിൻ്റെ പേര് ശബ്ദങ്ങൾ.
ചോദ്യം നമ്പർ 10. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നിവർ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. കൃതിയുടെ പേര് ആനവാരിയും പൊൻകുരിശും എന്നാണ്. ആരാണ് രചിച്ചത് എന്ന് പറയേണ്ട ആവശ്യമില്ല, ബഷീർ തന്നെയാണ്. കഥാപാത്രങ്ങളുടെ പേര് ഓർത്തിരിക്കുക. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. 11ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേന്ദ്ര സർക്കാർ ബഷീറിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം 1982. കേന്ദ്ര സർക്കാർ ബഷീറിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം 1982 ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നത് ആദ്യമായി ഓർത്തിരിക്കുക. ലഭിച്ച വർഷം ഏതാണ്? 1982. അടുത്തതും ബഷീറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോഴിക്കോട് ബേപ്പൂരിലെ ബഷീറിൻ്റെ വീടിൻ്റെ പേരെന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഉത്തരം വൈലാലിൽ വീട്. കോഴിക്കോട് ബേപ്പൂരിലെ ബഷീറിൻ്റെ വീടിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വൈലാലിൽ വീട് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ചോദ്യം നമ്പർ 13. സ്വാതന്ത്ര്യ സമരകാലത്ത് ബഷീർ ആരംഭിച്ച ദേശീയവാദി പത്രം ഏതാണ്? ഉത്തരം ഉജ്ജീവനം. ഈ ഒരു പത്രത്തിൻ്റെ പേര് ചോദിച്ച് ഇതാരാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഉത്തരം മറക്കരുത്, വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച ദേശീയവാദി പത്രത്തിൻ്റെ പേരാണ് ഉജ്ജീവനം. ചോദ്യം നമ്പർ 14. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ്? ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഉത്തരം 1970. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം. ഇത് കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യമാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ പ്രധാന സന്ദേശം എന്താണ്? ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. ഈ ഒരു ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥയിലെ പ്രധാന സന്ദേശം ഭൂമി മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു കൃതിയുടെ സന്ദേശം. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ സന്ദേശം പറഞ്ഞ ശേഷം ഈ ഒരു സന്ദേശം ഉൾപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർമ്മയുണ്ടാവണം, ഈ ഒരു സന്ദേശം ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കൃതിയുടെ സന്ദേശം. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സന്ദേശവും കൃതിയുമാണിത്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബഷീർ അന്തരിച്ചത് എന്നാണ്? ബഷീർ അന്തരിച്ച തീയതി, വർഷമടക്കം പറയുക. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യം. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 1ാമത്തെ വീഡിയോ ആണിത്. ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പാർട്ട് മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂടി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.